ഹലോ ഗൈസ്, എല്ലാവർക്കും ബ്രാൻഡ്സ് ലേണിംഗ് പോർട്ടലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ നമ്മുടെ SSLC ചാപ്റ്റേഴ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മളെ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള WBCകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്വേതരക്താണുക്കളെ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ്. അതുപോലെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 WBCകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. 5 WBCകൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചൂട് പിടിക്കുന്ന എക്സാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നമ്മൾ തരുന്നത്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ തരുന്ന ഈ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിട്ട് അത് അതേപടി കാണാതെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് 5 WBCകളെ കുറിച്ചിട്ടാണ്. വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ശ്വേതരക്താണുക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഇവരാണ് രക്തത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ രക്തത്തിലെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ആരാണ്? ഈ 5 WBCകളാണ്, 5 ശ്വേതരക്താണുക്കളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശ്വേതരക്താണുക്കൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ട. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, ഈസ്നോഫിൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ എല്ലാ ഫങ്ഷൻസും ഉണ്ട് അല്ലേ. ആ ഫങ്ഷൻസ് ധർമ്മങ്ങളും എന്താണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെയും ധർമ്മങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ആളാണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്ന ആളാണ് അല്ലേ. ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നോക്കിയിരിക്കേണ്ട ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറയും, ആ സാധനം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ചിത്രം നോക്കുക, ചിത്രത്തിലുള്ള ന്യൂക്ലിയസ് ശ്രദ്ധിക്കുക. ആ ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, മൾട്ടി ലോബ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് കാണുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു കോശത്തിന്റെ ഉള്ളിൽ ന്യൂട്രോഫിൽ എന്ന് പറയുന്ന കോശത്തിന്റെ ഉള്ളിൽ എന്തുണ്ടാകും, ധാരാളം വട്ടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിച്ചത്, മൾട്ടി ലോബ്ഡ് എന്ന് വിളിച്ചത്. അപ്പോൾ കുറേ ലോബുകൾ, കുറേ മുഴകൾ കാണപ്പെടുന്ന ഒരു ന്യൂക്ലിയസോട് കൂടിയിട്ടുള്ള ആളാണ് ആര്, നമ്മൾ ന്യൂട്രോഫിൽ എന്ന് വിളിക്കുന്ന ആള്. അയാളുടെ പണി എന്താണെന്നാണ് ചോദിക്കുന്നത്. എൻഗൾഫ് ബാക്ടീരിയയെ എന്ത് ചെയ്യുന്നു, ബാക്ടീരിയയെ വിഴുങ്ങുക. ബാക്ടീരിയയെ എന്ത് ചെയ്യുന്നു, വിഴുങ്ങുന്നു. ബാക്ടീരിയയെ വിഴുങ്ങുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ ന്യൂട്രോഫില് എന്ന് വിളിക്കുന്ന ആൾ അല്ലെ. അതുപോലെ തന്നെ സിന്തസൈസസ് കെമിക്കൽസ് ദാറ്റ് ഡെസ്ട്രോയ് ബാക്ടീരിയയെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ഈ 2 പണികളാണ് ആര് ചെയ്യുന്നത്, നമ്മളെ ന്യൂട്രോഫിൽ എന്ന് വിളിക്കുന്ന ആള് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിന്റെ ധർമ്മം എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി രണ്ടാമത്തെ ആള് ആരാണ്, രണ്ടാമത്തെ ആളാണ് ബേസോഫിൽ എന്ന് വിളിക്കുന്ന ആളാണ്. ബേസോഫിലിന്റെ ന്യൂക്ലിയസിലേക്ക് ശ്രദ്ധിക്കുക. ബേസോഫിലിന്റെ ന്യൂക്ലിയസിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബൈലോബ്ഡ് ആണ് അല്ലെ. 2 മുഴകൾ കാണപ്പെടുന്ന ആളാണ് ആര്, നമ്മുടെ 2 മുഴകൾ കാണപ്പെടുന്ന ആളാണ് നമ്മളെ ബേസോഫിൽ എന്ന് വിളിക്കുന്ന ആള്. അപ്പോൾ അവരുടെ ന്യൂക്ലിയസും എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് ന്യൂക്ലിയസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ആള് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. ബേസോഫിലാണ് ആള്. 2 മുഴകൾ കാണുന്ന, 2 ലോബുകൾ കാണുന്ന ആളാണ് ആര്, നമ്മുടെ ബേസോഫിൽ എന്ന് വിളിക്കുന്ന ആള്. ഇനി അവരുടെ ധർമ്മം എന്താണെന്ന് നോക്കിക്കോ. സ്റ്റിമുലേറ്റ്സ് അതർ WBC, അതായത് മറ്റു ശ്വേതരക്താണുക്കളെ എന്ത് ചെയ്യുന്നു, മറ്റു ശ്വേതരക്താണുക്കളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ഉത്തേജിപ്പിക്കുന്നു. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ പണി അവർ ചെയ്യുന്നത് ഡയലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ് അല്ലെ. നമ്മുടെ രക്തകോശങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളെ എന്ത് ചെയ്യുന്നു, രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെ 2 പണികളാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ബേസോഫിൽ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ആൾ ആരാണെന്ന് നോക്കിക്കോ. ഈസ്നോഫില്ലാണ് മക്കളെ, ഈസ്നോഫില്ലിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈസ്നോഫില്ലിന്റെ ന്യൂക്ലിയസ് നോക്കുക. ഈസ്നോഫില്ലിന്റെ ന്യൂക്ലിയസിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, 2 ലോബുകൾ കാണാൻ പറ്റും. പക്ഷെ ഇതിന് നമ്മൾ ഷേപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 2 ലോബല്ലേ, ഇവിടെയും 2 ലോബാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് മാറാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈസ്നോഫില്ലിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസ്നോഫില്ലിന്റെ ഷേപ്പ്, അതിന്റെ ന്യൂക്ലിയസിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഹെഡ്സെറ്റ് ഷേപ്പാണ്. ഏത് ഷേപ്പാണ്? ഹെഡ്സെറ്റിന്റെ ഷേപ്പാണ്. നമ്മളെ ഹെഡ്സെറ്റ് ഉണ്ടാവില്ലടാ, ആ ഹെഡ്സെറ്റിന്റെ ഷേപ്പിലാണ് ആര് കാണുന്നത്? ഈസ്നോഫിലിന്റെ ന്യൂക്ലിയസ് കാണുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, മാറിപ്പോവരുത് എന്ന് മക്കൾ മനസ്സിലാക്കുക. ഇനി അതിന്റെ ധർമ്മം എന്താ നോക്കിക്കോ, സിന്തസൈസസ് കെമിക്കൽസ് ദാറ്റ് ഡെസ്ട്രോയ് ഫോറിൻ ബോഡീസ്. അതായത് പുറത്തു നിന്ന് വരുന്ന ആന്റിജനുകളെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ്, രാസപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. അതായത് പുറത്തുനിന്ന് വരുന്ന ആന്റിജനുകളാണല്ലോ, അതായത് പുറത്തുനിന്ന് വരുന്ന എല്ലാ സാധനത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം, ആന്റിജനുകൾ എന്ന് വിളിക്കാം. ആ ആന്റിജനുകൾ എന്ത് ചെയ്യുന്നു, ആ ആന്റിജനുകളെ ഡെസ്ട്രോയ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കേടുവരുത്താൻ ആവശ്യമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരാണ് ആര്, ഈസ്നോഫില്ലുകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ അവരുടെ രണ്ടാമത്തെ പണിയാണ് സിന്തസൈസസ് കെമിക്കൽസ് റിക്വയേഴ്സ് ഫോർ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെ. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ വീങ്ങൽ പ്രതികരണം അല്ലെ, വീങ്ങൽ പ്രതികരണം എന്ന് വിളിക്കുന്ന സാധനം. ആ വീങ്ങൽ പ്രതികരണത്തിൽ സഹായിക്കുന്ന ആൾക്കാരാണ് ആര്, നമ്മുടെ ഈസ്നോഫിൽ എന്ന് വിളിക്കുന്ന ആൾ കേട്ടോ. വീങ്ങൽ പ്രതികരണത്തിൽ സഹായിക്കുന്ന ആളാണ് ഈസ്നോഫിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി അടുത്തത് മോണോസൈറ്റിലേക്ക് നോക്കുക. മോണോസൈറ്റിന്റെ പ്രത്യേകത എന്താ നോക്കിക്കോ, റാ ഷേപ്പ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക, മോണോസൈറ്റിൽ കാണാൻ പറ്റുക. റാ ഷേപ്പ്ഡ് ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുക. അപ്പൊ മോണോസൈറ്റ് എന്താന്നുള്ളത് അവിടെ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അവരുടെ പണി എന്താ നോക്കിക്കോ, എൻഗൾഫ് ആൻഡ് ഡെസ്ട്രോയ് ദ ജേംസ്. അതായത് രോഗാണുക്കൾ എന്ത് ചെയ്യുന്നു, എൻഗൾഫ് ചെയ്യുന്നു, വിഴുങ്ങി നശിപ്പിക്കുന്നു. രോഗാണുക്കളെ അല്ലെങ്കിൽ രോഗകാരികളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്, വിഴുങ്ങി നശിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മോണോസൈറ്റ് എന്ന് വിളിക്കുന്നത്. അതേപോലത്തെ പണി തന്നെയാണ് ആരും ചെയ്യുന്നത്, ന്യൂട്രോഫില്ലും ചെയ്യുന്നത്. ന്യൂട്രോഫില്ല് ബാക്ടീരിയനെ വിഴുങ്ങാണ് ചെയ്യുന്നത്. എന്നാൽ മോണോസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവിധ രോഗകാരികളെയും വിഴുങ്ങി നശിപ്പിക്കുന്ന ആരാണ്, നമ്മുടെ മോണോസൈറ്റ് ആണെന്ന് മക്കള് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റിൽ നമ്മൾ 2 ലിംഫോസൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അത്? ബി ലിംഫോസൈറ്റ് ഉണ്ട്, ടി ലിംഫോസൈറ്റ് ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ച സാധനമാണ്. അപ്പൊ ബി ലിംഫോസൈറ്റിന്റെ ചിത്രം ശ്രദ്ധിക്കണം. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റിന്റെ ചിത്രം കൊടുത്തിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എന്ത് ചെയ്യുക, ബി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോശത്തിന്റെ മേലെ കുറെ തരിതരികൾ ഇങ്ങനെ കാണാൻ പറ്റും, കുറെ ഗ്രാന്യൂൾസ് കാണാൻ പറ്റും. ആ ഗ്രാന്യൂൾസ് ഉള്ളതിനെ അല്ലെങ്കിൽ തരിതരികൾ ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം, ബി ലിംഫോസൈറ്റ് എന്ന് വിളിക്കാം. എന്നാൽ തരിതരികൾ ഇല്ലാത്ത ലിംഫോസൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കാം, ടി ലിംഫോസൈറ്റ് എന്ന് വിളിക്കാം. അപ്പൊ അതിന്റെ രണ്ടിന്റെ ചിത്രം എന്ത് ചെയ്തിരിക്കണം മക്കൾ അവിടെ മനസ്സിലാക്കിയിരിക്കണം. ഇനി അവരുടെ പണി എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാം, ഐഡന്റിഫൈസ് ആൻഡ് ഡെസ്ട്രോയ് എന്നാണ്. അതായത് രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്ന ആൾക്കാരാണ് ആര് നമ്മുടെ ലിംഫോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ മക്കളെ, റെഡി അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മളെ WBCനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗം. അപ്പോൾ ഈ എല്ലാ ചിത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ധർമ്മവും മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും മിക്കവാറും എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ മക്കൾ ഉഷാറായിട്ട് പഠിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാമിലേക്ക് പോവുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്.